അതിപുരാതനമായ ഒരു ദേവാലയത്തിന്റെ തിരുസന്നിധിയിലാണ് ഞാൻ എത്തി നിൽക്കുന്നത്. ഗുഡ്നസ് സാരി സ്ട്രീറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഗുഡ്നസ് സാരി സ്ട്രീറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം പരിചയപ്പെടുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചരിത്ര പ്രസിദ്ധമായ ഉദയംപേരൂർ സുനഹദോസ് ദേവാലയം. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ നാമധേയത്തിലാണ് ഈ ദേവാലയം ആദ്യം സ്ഥാപിതമാകുന്നത്. മർത്താമറിയം പള്ളി എന്നും പറഞ്ഞിരുന്നു. പിന്നീട് മാർ സാബോർ, മാർ പ്രോത്ത് എന്ന വിശുദ്ധന്മാരുടെ നാമധേയത്തിലും സകല വിശുദ്ധരുടെയും നാമധേയത്തിലും ഇപ്പോൾ കന്തീശങ്ങൾ എന്നറിയപ്പെടുന്ന ഇരട്ട വിശുദ്ധന്മാരായ ഗർവാസിസ്, പ്രോത്താസിസ് എന്നീ വിശുദ്ധന്മാരുടെ നാമധേയത്തിലുമാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. 1500 വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രദേശങ്ങളെല്ലാം ഭരിച്ചിരുന്നത് നാട്ടുരാജാക്കന്മാരും ഇടപ്രഭുക്കന്മാരും ഒക്കെയായിരുന്നു. അവരെ സ്വരൂപികൾ എന്നും വിളിച്ചിരുന്നു. ഉദയംപേരൂർ സ്വരൂപം വാണിരുന്നത് വില്ലാർവട്ടം രാജാക്കന്മാരായിരുന്നു. ക്രൈസ്തവ മതം സ്വീകരിച്ച ആദ്യത്തെ രാജാക്കന്മാർ ഇവരാണെന്നാണ് പറയപ്പെടുന്നത്. വില്ലാർവട്ടം രാജാക്കന്മാരുടെ ആരാധന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് AD 510 സ്ഥാപിച്ച ദേവാലയമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ചരിത്രത്തിന്റെ ആ സൂക്ഷിപ്പുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നത് മ്യൂസിയമായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 1599 ഗോവൻ മെത്രാപ്പോലീത്തയായിരുന്ന അലക്സ് മെനേസിസ് വിളിച്ചു ചേർത്ത സുനഹദോസ് കേരള സഭാചരിത്രത്തിലെ ഐതിഹാസികമായ ചരിത്ര സംഭവമാണ്. ആ ഉദയംപേരൂർ സുനഹദോസ് നടന്ന ദേവാലയമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ദേവാലയം. പിന്നീട് പണിതിട്ടുള്ള ദേവാലയമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന ഈ ദേവാലയം. ചരിത്രമുറങ്ങുന്ന ഈ ദേവാലയത്തിന്റെ മണ്ണിലാണ് ഗുഡ്നസ് സാരി സ്ട്രീറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡുമായിട്ട് ഞാൻ എത്തി നിൽക്കുന്നത്. നമുക്ക് ദേവാലയത്തിന് അകത്ത് പ്രവേശിച്ചിട്ട് കൂടുതൽ കാഴ്ചകളെ കാണുകയും തിരിച്ചറിയുകയും ചെയ്യാം. നമുക്ക് ദേവാലയത്തിന് അകത്ത് പ്രവേശിക്കാം. മനോഹരമായി പൂക്കളെല്ലാം വെച്ച് അലങ്കരിച്ചിട്ടുള്ള ദേവാലയത്തിന്റെ മദ്ബഹയുടെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ദേവാലയത്തിനകത്തേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ പ്രാർത്ഥനയുടെ ഒരു വലിയ രൂപി എന്നിൽ നിറയുന്നതായി എനിക്ക് തിരിച്ചറിയാൻ കഴിയും. മദ്ബഹയുടെ നടുവിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഉദ്ധിതനായ യേശുവിന്റെ മനോഹരമായ ചിത്രീകരണമാണ്. വശങ്ങളിലായി ദേവാലയത്തിന്റെ ആദ്യ സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ യൗസേപിതാവിന്റെയും വിശുദ്ധ തോമാസ് ലീഹായുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുസ്വരൂപങ്ങൾ നമുക്ക് കാണാം. വശങ്ങളിലായി ദേവാലയത്തിന്റെ സ്വർഗീയ മധ്യസ്ഥരായ ഇപ്പോഴത്തെ വിശുദ്ധ ഗർവാസീസിന്റെയും പ്രോത്താസീസിന്റെയും കന്തീശങ്ങൾ എന്നറിയപ്പെടുന്ന ഇരട്ട രക്തസാക്ഷികളായ വിശുദ്ധന്മാരുടെ തിരുസ്വരൂപങ്ങളും മിലാനിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള വിശുദ്ധരുടെ തിരുശേഷിപ്പും വിശ്വാസ വണക്കത്തിനായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. സമീപത്തായി അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാസ് ലീഹായുടെ തിരുസ്വരൂപവും നമുക്ക് കാണാം. മറുഭാഗത്ത് ക്രൂശിതനായ യേശുവിന്റെയും ഉണ്ണിയേശുയെ കൈകളിൽ വഹിച്ചു നിൽക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുസ്വരൂപങ്ങൾ നമുക്ക് കാണാം. ഇടവകയുടെ പ്രത്യേകതയും സവിശേഷതയും ബഹുമാനപ്പെട്ട വികാരി കുണ്ടാടൻ കരിനച്ചന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാം. 1599 സുനഹദോസെങ്കിലും അതിനുശേഷമുള്ള പള്ളിയുടെ ചരിത്രത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തുക ഒരുപാട് ഇന്നോവേഷൻസിലൂടെയാണ് എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങൾ എന്ന് പറയുമ്പോൾ ഇടവകയിൽ തന്നെ 350നും 400നും ഇടയ്ക്ക് കുടുംബങ്ങൾ വിശ്വാസത്തോട് ജീവിക്കുന്ന ഒരു ഇടവകയാണ്, സജീവമായിട്ടുള്ള ഇടവകയാണിത്. ഇവിടുത്തെ ആളുകളിൽ അവിടെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്നവരുണ്ട്, ഇവിടെ സ്ഥിരമായിട്ട് പണ്ട് മുതലുള്ളവരുണ്ട്.
ഇവിടെ ഉണ്ടായിരുന്നവരുടെ സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെയധികം മോശമായ സാമ്പത്തിക സ്ഥിതിയാണ് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇന്ന് ചെറിയ ചെറിയ ജോലികളൊക്കെ ആയിട്ട് പലരും അത്യാവശ്യം നന്നായി തന്നെ ജീവിച്ചു പോകാൻ പറ്റുന്ന രീതിയിൽ അവരുടെ ജീവിതം ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. ചരിത്രമുറങ്ങുന്ന പുണ്യഭൂമിയിലെ ഇടവക അംഗങ്ങളായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഗുഡ്നസ് പാരീസ് മീറ്റിന്റെ സ്നേഹോഷ്മളമായ സ്വാഗതം ഞാൻ ആശംസിക്കുന്നു. ഈ ദേവാലയത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? അറിയാമെന്നാണ് ഇവിടുത്തെ കുഞ്ഞുമക്കൾ പറയുന്നത്. ഇനി നിങ്ങൾക്ക് തരുവാൻ ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഗുഡ്നസ് പാരീസ് മീറ്റിന്റെ സർട്ടിഫിക്കറ്റും ഫെഡറിക് ഓസാനാമിന്റെ ജീവചരിത്രവുമാണ്. ഇത് വേണോ? ഇവർക്ക് ഇത് വേണമെന്നാണ് പറയുന്നത്. സിസ്റ്റർ വളരെ മനോഹരമായിട്ട് ചിരിക്കുന്നുണ്ട്. സിസ്റ്റർ വേണോ? ചോദിച്ച ഉത്തരം പറയോ? പറയാം എന്ന് മനസ്സിലുണ്ട്. പക്ഷെ തെറ്റിപ്പോയാലോ എന്നൊരു ഭീതിയിലാണ് സിസ്റ്ററും ഇരിക്കുന്നത്. അത് കേട്ടപ്പോ ഇവിടെ പുരുഷന്മാരുടെ ഭാഗത്ത് വലിയ ചിരിയാണ്. ചോദിക്കട്ടെ? തീർച്ചയായിട്ടും ചോദിച്ചു. വളരെ ഊർജത്തോടുകൂടെയാണ് പറയുന്നത്. ചോദിക്കാം. എന്റെ ചോദ്യം ഇതാണ്: ബൈബിളിലെ ആദ്യത്തെ വാചകം എന്താണ്? അവിടെ രണ്ടുപേര് കൈ ഉയർത്തിയിട്ടുണ്ട്. അതിലാദ്യം ആരാണെന്ന് നമുക്ക് നോക്കാം. ആദിയിൽ വചനമുണ്ടായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പേരെന്ന് പറഞ്ഞ്? ആനി ജോസഫ് കൊച്ചുവീട്ടിൽ. ആനി ജോസഫ് പറയുന്ന ഉത്തരം ശരിയല്ല. രണ്ടാമത് കൈ ഉയർന്നത് ഇവിടെയാണ്. ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന ചേച്ചിയുടെ പേരെന്താണ്? സോമിനി സണ്ണി. വളരെ കൃത്യമായ ഉത്തരമാണ്. ആകാശവും ഭൂമിയുമാണ് ആദ്യം സൃഷ്ടിച്ചത്. ഫെഡറിക് ഓസാനമിന്റെ ജീവചരിത്രവും ഗുഡ്നസ് പാരീസ് മീറ്റിന്റെ സർട്ടിഫിക്കറ്റും വളരെ സ്നേഹത്തോടെ കൈമാറുന്നു. വിശുദ്ധ വിൻസെന്റ് പോളിന്റെ ജീവചരിത്രവും ഗുഡ്നസ് പാരീസ് മീറ്റിന്റെ സർട്ടിഫിക്കറ്റും നൽകുന്ന രണ്ടാമത്തെ ചോദ്യം ചേട്ടന്മാരോടാണ് ഞാൻ ചോദിക്കുന്നത്. റെഡിയല്ലേ? എന്താ ഒരു ആരവം! ചോദ്യം ഇതാണ്: ആദത്തിന്റെ മൂന്നാമത്തെ പുത്രന്റെ പേര് എന്താണ്? ഇവിടെ ഒരു ചേട്ടൻ കൈ ഉയർത്തുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ ഒരു ചേട്ടൻ ഒരു ഉത്തരം പറയുന്നുണ്ട്. സേത്ത് എന്ന് പറയുന്ന ചേട്ടന്റെ പേരെന്ന് പറഞ്ഞു. ദേവസി ചേട്ടൻ ഒന്ന് എഴുന്നേറ്റെ. ദേവസി ചേട്ടൻ പറഞ്ഞ ഉത്തരം വളരെ കൃത്യമാണ്. ആദ്യത്തെ മൂന്നാമത്തെ പുത്രന്റെ പേര് സേത്ത് എന്നാണ്. വിശുദ്ധ അൽഫോൻസാമയുടെ ജീവചരിത്രവും ഗുഡ്നസ് പാരീസ് മീറ്റിന്റെ സർട്ടിഫിക്കറ്റ് നൽകുന്ന മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ചോദ്യം ഇതാണ്: മെൽക്കിസദേക്ക് ആരായിരുന്നു? ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാം. അവിടെ ഒരു ഉത്തരം വരുന്നുണ്ട്. പുരോഹിതനായിരുന്നു. മെൽക്കിസദേക്ക് ആരായിരുന്നു? ഒരു പുരോഹിതനായിരുന്നു. ഒരു പുരോഹിതനായിരുന്നു എന്ന് പറയുന്ന ആളുടെ പേര് പറഞ്ഞേ. ഫ്രീസ വർഗീസ് പറയുന്നു മെൽക്കിസദേക്ക് സാലേമിലെ രാജാവായ പുരോഹിതനായിരുന്നു. പുരോഹിതൻ എന്നുള്ളത് വളരെ കൃത്യമായ ഉത്തരമാണ്. ഫ്രീസയ്ക്ക് വിശുദ്ധ അൽഫോൻസാമയുടെ ജീവചരിത്രവും സർട്ടിഫിക്കറ്റും നൽകുന്നു. ഇടവക സമൂഹം വളരെ ആകാംക്ഷ ഭരിതരായിട്ടാണ് ഇരിക്കുന്നത്. നാലാമത്തെ ചോദ്യം എന്തായിരിക്കുമെന്നാണ് അവർ കാതോർക്കുന്നത്. ചോദ്യം ഇതാണ്: വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ പെട്ടകം ഉറച്ചത് ഏത് മലയുടെ മുകളിലാണ്? ഏത് പർവ്വതത്തിന്റെ മുകളിലാണ്? ഇവിടെ ഒരു ചേട്ടൻ അറാറത്ത് എന്നാണ് പറയുന്നത്. അറാറത്ത് വളരെ കൃത്യമായ ഉത്തരമാണ്. ഇപ്പോൾ മദ്ബഹയുടെ മുന്നിൽ പ്രവേശന ഗാനത്തിനുള്ള കുട്ടികൾ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്.
പതിവ് പോലെ ഇവിടുത്തെ വിശ്വാസ പരിശീലനത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല. ഏതായാലും പ്രവേശന ഗാനത്തിലേക്ക്. വിശ്വാസദായക വിജ്ഞാന സാരമേ വിശ്വാസ തിരുനാളം ഉള്ളിലേകണേ. വിശ്വാസദായക വിജ്ഞാന സാരമേ വിശ്വാസ തിരുനാളം ഉള്ളിലേകണേ. വചനം പഠിക്കുവാൻ വചനം ജീവിച്ചിടാൻ വചനം പകർന്നു രക്ഷ സ്വന്തമാക്കിടാൻ വിളവേറെ നൽകിടും വയലായൊരുക്കണേ. വിശുദ്ധി ലക്ഷ്യമാക്കി മുന്നേറിടാൻ വിശ്വാസദായക വിജ്ഞാന സാരമേ വിശ്വാസ തിരുനാളം ഉള്ളിലേകണേ. ദൈവം എന്റെ പിതാവാണ്. യേശു എന്റെ രക്ഷകനും നാഥനുമാണ്. പരിശുദ്ധാത്മാവ് നിത്യവും എന്നെ നയിക്കുന്നു. ദൈവരാജ്യമാണ് എന്റെ ലക്ഷ്യം. തിരുസഭ എന്റെ മാതാവാണ്. കത്തോലിക്ക സഭയിൽ അംഗമായതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഞാൻ ദേവാലയത്തിൽ പ്രവേശിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞു, ഇന്നിവിടെ പ്രവേശന ഉത്സവമായിരുന്നു. ഞാൻ വന്നപ്പോൾ കണ്ട ആ കാഴ്ച നമുക്ക് ആദ്യം ഒന്ന് കാണാം. ഇവിടുത്തെ വിശ്വാസ പരിശീലനത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് നമ്മോട് പറയാനായിട്ട് മതബോധനത്തിന്റെ SM ആയിട്ടുള്ള സിസ്റ്റർ ശാന്തി റോസ് PMC നമ്മുടെ കൂടെയുണ്ട്. എല്ലാ കുട്ടികളും ഓരോ ഞായറാഴ്ചയും വളരെ ഉത്സാഹത്തോടും സ്നേഹത്തോടും കൂടി സന്തോഷത്തോടും കൂടി ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നു. അതുപോലെ കഴിഞ്ഞ വർഷങ്ങളിൽ എക്സലന്റ് സ്കൂളായി യൂണിറ്റായിട്ട് ഈ ഇടവക തെരഞ്ഞെടുക്കുകയുണ്ടായി. ഈ വർഷത്തെ ആപ്തവാക്യമായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് സന്തോഷമായി ജീവനേകാൻ എന്നതാണ്. ജോയ് ഓഫ് ലിവിംഗ്. ഈ വർഷത്തെ എല്ലാ പരിപാടികളും ഏറ്റവും മനോഹരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഓരോ ദേവാലയങ്ങളിൽ നിന്നും ഓരോ ഞായറാഴ്ചയും വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികളിൽ നിന്ന് ഏറ്റവും മികവ് പ്രകടിപ്പിക്കുന്ന ഒരു കുട്ടിയെ ഗുഡ്നസ് സ്റ്റാറായി തെരഞ്ഞെടുക്കുന്ന ഒരു പതിവുണ്ട്. നിങ്ങൾക്കിടയിലും ഇവിടെ ഒരു ഗുഡ്നസ് സ്റ്റാർ ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും മദർ സിസ്റ്റർ കൂടെയുണ്ട്. നമുക്ക് സിസ്റ്ററോട് ചോദിക്കാം. ഈ വർഷം നമ്മൾ ആരംഭിക്കുന്നേ ഉള്ളൂ. അതിനാൽ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികവ് പുലർത്തിയ എലന വർഗീസ് ജോർജിനെയാണ് സൺഡേ സ്റ്റാറായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. എലന ഇവിടെ ഉണ്ടോ? എഴുന്നേറ്റ് വരൂ. നല്ലൊരു കയ്യടിയോടുകൂടെ നമുക്ക് എലനയെ മദ്ബഹയുടെ മുന്നിലേക്ക് സ്വാഗതം ചെയ്യാം. മിടുക്കിയായ ഒരു മകളെയാണ് ഈ ഇടവക ദേവാലയത്തിന് ലഭിച്ചിട്ടുള്ളത്. എലനയുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അവരെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് പുട്ടസാരി സ്മിത്തിന്റെ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട്. അവരുടെ പേര് നമുക്കൊന്നറിയാം. എന്റെ മാതാപിതാക്കളുടെ പേര് PV ജോർജും ആശ ജോർജും. എനിക്കൊരു അനിയത്തിയുണ്ട്. അവൾ ഇവിടെ തന്നെയാണ് പഠിക്കുന്നത്. ഇപ്പൊ 7ലേക്കായി. അവളുടെ പേര് മെറീന ജോർജ്. എലനയ്ക്കുള്ള സമ്മാനമാണ് എന്റെ കയ്യിലിരിക്കുന്നത്. ഗുഡ്നസ് സ്മിത്തിന്റെ സർട്ടിഫിക്കറ്റും വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ജീവചരിത്രവും ഈശോയുടെ മനോഹരമായ ഒരു ഫോട്ടോ സ്റ്റാൻഡും ഒരു മെമന്റോയുമാണ്. ഇത് നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ദേവാലയത്തിന്റെ ബഹുമാനപ്പെട്ട വികാരി മുണ്ടാടൻ തരിയനച്ചനെ വളരെ സ്നേഹത്തോടെ മദ്ബഹയുടെ മുന്നിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തത് കുട്ടികളോടുള്ള എന്റെ ചോദ്യമാണ്. റെഡിയാണോ?
ചോദ്യം ഇതാണ്: 1599 ഉദയംപേരൂർ സുനകദോസ് ഇവിടെ വിളിച്ചു ചേർത്ത മെത്രാപ്പോലീത്തായുടെ പേര് എന്താണ്? കൈ ഉയർത്തിയ ആളെഴുന്നേറ്റ് വന്നേ. മോന്റെ പേരെന്ന് പറഞ്ഞേ. ജോണൽ. ജോണൽ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4th സ്റ്റാൻഡേർഡ്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ജോണലാണ് വന്നിട്ടുള്ളത്. ജോണൽ പറയുന്ന ഉത്തരം നമുക്ക് നോക്കാം. അലക്സ് മെനീസിസ്. അലക്സ് മെനേസിസ് എന്നാണ് ജോണൽ പറയുന്ന ഉത്തരം. ആ ഉത്തരം ശരിയാകുമോ? വളരെ കൃത്യമായ ഉത്തരമാണ്. ഒരു വെടിക്കെട്ട് കൈയടി കൊടുത്തേ. അടുത്തത് മതബോധന അധ്യാപകരോടുള്ള ചോദ്യമാണ്. അവരുടെ ഉത്തരം എന്തായിരിക്കും നമുക്ക് നോക്കാം. നിങ്ങളോട് ചോദിക്കാൻ എനിക്ക് ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഇവിടെ നടന്ന ഉദയംപേരൂർ സുനകദോസിൽ ആകെ പങ്കെടുത്തത് എത്ര അംഗങ്ങളാണ്? എത്ര കാനോനകളാണ്? എത്ര തീരുമാനങ്ങളാണ് ഉണ്ടായതെന്നാണ് ഇവിടത്തെ അധ്യാപകരോടുള്ള എന്റെ ചോദ്യം. ആദ്യം കൈ ഉയർത്തി ഉത്തരം പറയുന്നയാൾക്കാണ് സമ്മാനം. ഇവിടെ സാറ് കൈ ഉയർത്തുന്നുണ്ട്. നമുക്ക് നോക്കാം. അലക്സ് മെനേസിസ് പിതാവ് വിളിച്ചുകൂട്ടിയ ഈ സുനകദോസിൽ 153 വൈദികരും 660 അൽമായരും ഗായക സംഘ അംഗങ്ങളും അതോടൊപ്പം ദ്വിഭാഷികളും പങ്കെടുത്ത ഇതിനകത്ത് 832 പേരാകെ പങ്കെടുത്തു എന്നുള്ളതാണ്. വളരെ കൃത്യമായ ഉത്തരമാണ്. 832 അംഗങ്ങളും 168 കാനോനുകളുമാണ് ഉണ്ടായത്. വളരെ സ്നേഹത്തോടെ ഈ സമ്മാനം ജോളി വർഗീസിന് ഞാൻ കൈമാറുന്നു. ഗുഡ്നസ് സാരി സ്ട്രീറ്റിന്റെ എല്ലാ ആശംസകളും അറിയിക്കുന്നു. ഇവിടുത്തെ മാതൃസംഘത്തിന്റെ അംഗങ്ങളാണ് കൂടെയുള്ളത്. ഇവർക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഞങ്ങളുടെ ഈ മാതൃവേദിയിൽ 40 അംഗങ്ങളാണ് ഉള്ളത്. എല്ലാവരും സജീവമായി പങ്കെടുക്കുന്നു. മാസത്തിൽ ഒരു ദിവസം വന്ന് വചനം പങ്കുവയ്ക്കുകയും എല്ലാവരും പരസ്പരം അറിയുകയും പാവപ്പെട്ടവരെ എല്ലാവരെയും സഹായിക്കുകയും എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ സജീവമായി പങ്കെടുക്കുന്നു. മാതൃസംഘത്തിന്റെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഗുഡ്നസ് സാരി സ്ട്രീറ്റിന്റെ എല്ലാ ആശംസകളും അറിയിക്കുന്നു. നിർധനരെയും നിസ്സഹായരെയും സഹായിക്കുന്ന വിൻസെന്റ് പോൾ സൊസൈറ്റിയുടെ അംഗങ്ങൾക്ക് ഗുഡ്നസ് സാരി സ്ട്രീറ്റിന്റെ പ്രേക്ഷകരോട് പറയാനായിട്ട് 2 വാക്കുണ്ട്. അതെന്താണെന്ന് നമുക്ക് കേൾക്കാം. 24 അംഗങ്ങളുമായി ഒരുപക്ഷെ മറ്റെങ്ങും ഇത്രയധികം അംഗങ്ങളില്ലാത്ത ഒരു കോൺഫറൻസാണ് ഉദയംപേരൂർ സെന്റ് മേരീസ് കോൺഫറൻസ്. ഞങ്ങളുടെ ഈ പ്രവർത്തന കാലയളവിൽ നിരവധിയായ സ്നേഹവും സ്വാതന്ത്ര്യവും അർഹിക്കുന്ന ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവർക്ക് മറ്റാളുകളിൽ നിന്നും സഹായം സ്വീകരിച്ചുകൊണ്ട് ആ സഹായം അവർക്ക് എത്തിച്ചു കൊടുക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഇടവകയുടെയും സമീപ പ്രദേശങ്ങളിലെയും നിരവധി ആളുകളിലേക്ക് സഹായം എത്തിക്കുവാൻ, അവർക്ക് ആശ്രയമാകുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ഗുഡ്നസ് സാരി സ്ട്രീറ്റിന്റെ എല്ലാ ആശംസകളും അറിയിക്കും. ഗുഡ്നസ് സാരി സ്ട്രീറ്റിന്റെ പ്രേക്ഷകരോട് 2 വാക്ക് പറയാൻ കാത്തു നിൽക്കുകയാണ് AKCCയുടെ അംഗങ്ങൾ. ഉദയംപേരൂർ യൂണിറ്റ് സ്ഥാപിതമായിട്ട് ഇപ്പോൾ 10 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. 2006 ഉദയംപേരൂർ സൂനോദോസ് പള്ളിയിൽ നമ്മുടെ ഈ യൂണിറ്റ് ആരംഭിച്ചു. ഇടവകയിലെ ഏകദേശം 100-ൽ പരം അംഗങ്ങൾ ഇതിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ഇടവകയിൽ തന്നെ അടുത്ത് പ്ലാസ്റ്റിക് വർജന ഇടവക എന്നുള്ള നിലയിൽ നമ്മൾ ശക്തമായ പരിപാടികളുമായി മുന്നോട്ട് പോയി. അതുപോലെ തന്നെ ഇടവകയുടെ എല്ലാ പരിപാടികളിലും സംഘടന ശക്തമായി പങ്കെടുക്കുന്നു. ദേവാലയ മധ്യസ്ഥരായ വിശുദ്ധ ഗർവാസീസിന്റെയും പ്രോത്താസീസിന്റെയും എല്ലാ മാധ്യസ്ഥവും അനുഗ്രഹവും നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വഴിതെളിക്കട്ടെ. ഗുഡ്നസ് സാരി സ്ട്രീറ്റിന്റെ എല്ലാ ആശംസകളും അറിയിക്കുന്നു. എന്നും എപ്പോഴും താങ്ങും തുണയുമാകുന്നതാണ് പ്രാർത്ഥന. ഇവിടുത്തെ പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ അംഗങ്ങൾക്കും ഗുഡ്നസ് സാരി സ്ട്രീറ്റിന്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. കാലാകാലങ്ങളിൽ വരുന്ന ബഹുമാനപ്പെട്ട വികാരിയച്ഛന്റെയും നേതൃത്വത്തിലും അവരുടെ അനുഗ്രഹാശംസകളോടുകൂടെയും ആശീർവാദത്തോടുകൂടെയും പ്രാർത്ഥനാ ഗ്രൂപ്പ് ഇവിടെ നടക്കുന്നു. ആദ്യമേ ഈ ദേവാലയത്തിലായിരുന്നു പ്രാർത്ഥനാ ഗ്രൂപ്പ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ സൌകര്യാർത്ഥം അച്ഛന്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഈ സെന്റ് ആന്റണീസ് കപ്പേളയിലാണ് ഇപ്പോൾ പ്രാർത്ഥന നടത്തുക. അവിടെ വരുമ്പോൾ ഒത്തിരിയേറെ
മക്കൾ അവിടെ വരികയും പ്രാർത്ഥിക്കാൻ സംബന്ധിക്കുകയും ചെയ്യാറുണ്ട്. ഈ പ്രാർത്ഥന സംബന്ധിക്കുമ്പോൾ ഒത്തിരി ആശ്വാസം ലഭിക്കുന്നതായും അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതായും ഒക്കെ അവർ സാക്ഷ്യപ്പെടുത്തുന്നു. മുന്നോട്ടുള്ള നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഗുഡ്നസ് ചാരിറ്റി സ്മിത്തിന്റെ ആശംസകൾ. ഗ്രേസ് റിപ്പിൾസ് ദമ്പതികളുടെ ഒരു കൂട്ടായ്മയാണ്. പറയാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഒരു വിശേഷാൽ സംഘടനയാണ് ഞങ്ങളുടെ ഗ്രേസ് റിപ്പിൾസ്. 2012 അത് രൂപീകരിച്ചപ്പോൾ അതിന്റെ നിബന്ധനകൾക്കും നിയമങ്ങൾക്കും വിധേയമായി ഞങ്ങൾ ഒത്തൊരുമിച്ച് കൂടുന്നു. ഇതിനെല്ലാം ഉപരി ഞങ്ങൾ ഈ ദമ്പതികളുടെ ബർത്ത്ഡേ അല്ല ഞങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്, ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്. വിവാഹ വാർഷികത്തിന്റെ ദിവസം പരസ്പരം എല്ലാവരെയും അനുമോദിക്കുകയും അഭിനന്ദിക്കുകയും അതിനോടൊപ്പം തന്നെ ഒരു ഗെറ്റ് ടുഗദർ എന്നുള്ള ഒരു ഒത്തൊരുമിക്കലും കൂടി ഞങ്ങൾക്കുണ്ട്. സിസ്റ്റർ ആൻ ക്ലെയർ ഈ കൂട്ടായ്മയുടെ ആനിമേറ്ററാണ്. സിസ്റ്ററുടെ മാർഗനിർദ്ദേശാനുസരണം മുന്നോട്ട് പോകുന്ന ഈ സംഘടനയ്ക്ക് ഗുഡ്നസ് ചാരിറ്റി സ്മിത്തിന്റെ എല്ലാ പ്രാർത്ഥന ആശംസകളും അറിയിക്കുന്നു. ഓരോ ഇടവക സമൂഹത്തെയും മുന്നോട്ട് നയിക്കുന്നത് അവിടുത്തെ യുവജനങ്ങളാണ്. ഉദയംപേരൂരിന്റെ ചാലക ശക്തിയാണ് എന്റെ കൂടെ നിൽക്കുന്ന ഈ യുവജനങ്ങൾ. ഗുഡ്നസ് ചാരിറ്റി സ്മിത്തിന്റെ പ്രേക്ഷകരോട് പറയാനായിട്ട് ഇവർക്ക് 2 വാക്കുണ്ട്. അതെന്താണെന്ന് നമുക്ക് കേൾക്കാം. ഞങ്ങളൊരു 50-നടുത്ത് അംഗങ്ങളുണ്ട് ഈ സംഘടനയിൽ. പൂർണ്ണമായും കാരുണ്യ പ്രവൃത്തികൾ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണിത്. ഞങ്ങള് ധനസഹായം, ചികിത്സാ സഹായം, പഠന സഹായം എല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ ആൾക്കാരുടെയും മുഴുവൻ സപ്പോർട്ടും ഞങ്ങൾക്ക് എന്നുമുണ്ട്. ഞങ്ങൾ ഇതിനെല്ലാം പണം കണ്ടെത്തുന്നത് ഞങ്ങളുടെ ഇടവകയിലുള്ള മറ്റു വീടുകളിലെ എല്ലാം പോയി അവിടെ നിന്നെല്ലാം പത്രം കളക്ട് ചെയ്ത് ആ കളക്ട് ചെയ്ത പത്രം വിറ്റിട്ടാണ് ഞങ്ങൾ ഇതിനെല്ലാമുള്ള പണം കണ്ടെത്തുന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും ഒരു ഫ്രണ്ട്ഷിപ്പ് ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണിത്. ഇവിടെ ആൺപെൺ വ്യത്യാസമൊന്നുമില്ല, ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സാണ്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. മുന്നോട്ടുള്ള പാതകളിൽ ഇടവക സമൂഹത്തിന്റെയും മറ്റു യുവജനങ്ങളുടെയും കരുത്തായി മാറുവാൻ, മാതൃകയായി മാറുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഗുഡ്നസ് ചാരിറ്റി സ്മിത്തിന്റെ എല്ലാ പ്രാർത്ഥന ആശംസകളും അറിയിക്കുന്നു. CLCയുടെ അംഗങ്ങളാണ് എന്റെ കൂടെയുള്ളത്. പറയാനുള്ളത് നമുക്ക് കേൾക്കാം. സുനദോസ് ഇടവക CLC അംഗങ്ങളാണ്. ഇവിടെ 8, 9, 10, 11, 12 ക്ലാസ്സുകളിലുള്ളവരാണ് CLCയുടെ അംഗങ്ങളായിട്ടുള്ളവര്. ഞങ്ങളിവിടെ ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങള് എല്ലാ ആഴ്ചയിലും ഞായറാഴ്ചകളിൽ ഒരുമിച്ച് കൂടുകയും എല്ലാ ആഴ്ചയും ഓരോ രൂപ കൊണ്ടുവന്ന് അത് ഞങ്ങൾ ഒരു കുടുംബത്തെ സഹായിക്കാനുള്ളതിനോ അല്ലെങ്കിൽ ക്രിസ്മസ് അങ്ങനെ പോലുള്ള സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാനോ ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ചരിത്രമുറങ്ങുന്ന ഈ ദേവാലയത്തിലെ തിരുബാല സഖ്യത്തിന്റെ അംഗങ്ങൾക്ക് മുമ്പിലാണ് ഞാൻ. ഐതിഹാസികമായ ചരിത്രമുറങ്ങുന്ന ഈ മണ്ണിലെ കഴിഞ്ഞ കാലങ്ങളുടെ പൊരുളറിഞ്ഞുകൊണ്ട് മുന്നോട്ട് ഈ ദേവാലയത്തെയും ഈ സമൂഹത്തെയും ചലിപ്പിക്കാനുള്ള ഈ ഭാഗ്യവാഗ്ദാനങ്ങളുടെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഗുഡ്നസ് ചാരിറ്റി സ്മിത്തിന്റെ എല്ലാ പ്രാർത്ഥന ആശംസകളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ അറിയിക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തൃപ്പൂണിത്തുറ ഫൊറോനയിൽപ്പെട്ട സൂനകദോസ് സെന്റ് ഗർവാസിസ് ആൻഡ് പ്രൊത്താസിസ് ദേവാലയത്തിലെ പാരിഷ് കൌൺസിൽ അംഗങ്ങളാണ് ഇപ്പോൾ കർത്താവിന്റെ മുമ്പിൽ നിരന്നു നിൽക്കുക. 20 പേരാണ് പാരിഷ് കൌൺസിലിൽ ഇപ്പോൾ നിലവിൽ ഉള്ളത്. ഈ ഇടവകയിൽ അടുത്ത കാലത്തായിട്ട് പ്രത്യേകിച്ചും ഒരുപാട് നിർമ്മാണ പ്രവർത്തനം അല്ലെങ്കിൽ പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഇടവക പള്ളിയെയും പള്ളി പരിസരത്തെയും പഴയ സൂനകദോസ് ദേവാലയത്തേക്ക് മോടി പിടിപ്പിക്കുവാനായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഒത്തിരി ചാരിതാർത്ഥ്യമുള്ള കാര്യമാണ്. ഇതിനെല്ലാം ഏക മനസ്സോടുകൂടി സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമാണ് പാരിഷ് കൌൺസിൽ അംഗങ്ങൾ. അതുകൊണ്ട് മാത്രമാണ് ഏറ്റവും മനോഹരമായിട്ട് ഇവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് നീങ്ങാൻ കഴിയുക. മദ്ബഹയുടെ മുൻപിൽ ഈ വേഷത്തിൽ നിൽക്കുമ്പോൾ ഇവരെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇവിടുത്തെ അൾത്താര ബാലസംഘമാണ്. അൾത്താരയിലെ ശുശ്രൂഷ കൊണ്ട് ഇടവകയിലും സമൂഹത്തിലും മറ്റ് ആളുകൾക്കിടയിലും ഒക്കെ ഏറ്റവും നന്നായി ഇടപെടാൻ കഴിയുന്നുവെന്നാണ് അവർ കരുതുന്നത്. അത്തരത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. മുന്നോട്ടുള്ള നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഗുഡ്നസ് ചാരിറ്റി സ്മിത്തിന്റെ എല്ലാ ആശംസകളും അറിയിക്കുന്നു. ഗാനാലാപനത്തോടെ ഇടവക സമൂഹത്തെ കർമാനുഷ്ഠാനങ്ങളുമായി ചേർത്ത് നിർത്തുന്നത് ഇവരാണ്. വളരെ മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുമെന്നാണ് ഇവിടെ വന്നപ്പോൾ ഞാൻ അറിഞ്ഞത്. ഗുഡ്നസ് ചാരിറ്റി സ്മിത്തിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാൻ എന്റെ അടുത്ത് സമ്മതിച്ചിട്ടുണ്ട്. റെഡിയല്ലേ?
ഇടവക സമൂഹത്തെ മറ്റ് തീർത്ഥാടകരെ ഗാനാലാപനത്തിലൂടെ കർമാനുഷ്ഠാനങ്ങളുമായി ചേർത്ത് നിർത്തുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാവട്ടെ ഗുഡ്നസ് എല്ലാ ആശംസകളും അറിയിക്കും. ചരിത്രമുറങ്ങുന്ന ഈ വിശുദ്ധ ദേവാലയത്തിൽ നിന്നുള്ള കാഴ്ചകൾ ഗുഡ്നസ് പാരിഷ് മീറ്റിന്റെ ഓരോ പ്രേക്ഷകനും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സംഘടനാ പ്രവർത്തനങ്ങളും വിശ്വാസ പരിശീലനത്തിന്റെ പ്രത്യേകതകളും എല്ലാം നാം കണ്ടു കഴിഞ്ഞു. പതിവ് പോലെ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ ദേവാലയത്തിന്റെ പെരുബഹുമാനപ്പെട്ട വികാരി മുണ്ടാടൻ പരിനഥൻ എന്റെ കൂടെയുണ്ട്. ഗുഡ്നസ് പാരിഷ് മീറ്റിന്റെ മെമന്റോ വളരെ സ്നേഹത്തോടെ ഞാൻ പ്രിയ ഗുഡ്നസ് ടി വി പ്രേക്ഷകരെ, ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് നന്ദിയുടെ ഒരു വാക്ക് ഞാൻ പറയുക. പലപ്പോഴും ഓഡിയോ വിഷ്വൽ മാധ്യമങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും കഷ്ടപ്പാട് ഇതിന്റെ പുറകിലുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇത്രയും പേര് 6-7 പേര് ഇവിടെ വന്ന് മിസ്റ്റർ ആന്റണിയുടെ നേതൃത്വത്തിൽ ഇവിടെ വരികയും ഈ കഷ്ടപ്പാടെല്ലാം കാണിക്കുന്നത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഈ പള്ളി പുറം ലോകത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അവർ കഴിച്ച എല്ലാ കഷ്ടപ്പാടിനും ഈ ബുദ്ധിമുട്ടുകൾക്കും ഇത് സംപ്രേഷണം ചെയ്തതിനും ഈ ഇടവകയിലെ ഓരോ വ്യക്തിയുടെ നാമത്തിലും എന്റെ നാമത്തിലും സ്നേഹപൂർവ്വം 1000 നന്ദി പറയുന്നു. നന്ദി. ഗുഡ്നസ് പാരിഷ് മീറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. അത് ഞങ്ങളെ അറിയിക്കാൻ മടിക്കരുത്. ഒപ്പം നിങ്ങളുടെ ദേവാലയത്തെ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുന്നതിന് ഞങ്ങളെ ബന്ധപ്പെടേണ്ട നമ്പർ 048027000893 8606420099. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് മറ്റൊരു ദേവാലയ മുറ്റത്ത് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും പ്രാർത്ഥനയോടെ നമസ്കാരം.